ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ അരുൺ എന്നൊരു ബാലൻ ജീവിച്ചിരുന്നു. സത്യം പറയുക, അത് ബാലൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അരുണിൻ്റെ വാക്കിൽ ഉണ്ടായിരുന്നു സത്യത്തിൻ്റെ പ്രകാശം. ഒരു ദിവസം രാജാവിന് ഒരു ധീരനും സത്യസന്ധനുമായ ഒരു ഭരണാധികാരി വേണമെന്ന് കരുതി. രാജ്യത്തെ മുഴുവൻ കുട്ടികളെയും വിളിച്ച് ഓരോരുത്തർക്കും ഒരു മൺകുടവും ഒരു വിത്തും നൽകി. ഈ വിത്ത് വീട്ടിൽ നട്ട് വളർത്തി 3 മാസം കഴിഞ്ഞ് കൊണ്ടുവാ എന്ന് രാജാവ് പറഞ്ഞു. ഏറ്റവും ആരോഗ്യമായി വളർന്ന ചെടി കൊണ്ടുവരുന്നവനാകും രാജ്യം ഭരിക്കാൻ യോഗ്യൻ. അരുൺ സന്തോഷത്തോടെ വിത്ത് നട്ടു. ദിവസേന വെള്ളവും നൽകി. സൂര്യപ്രകാശത്തിൽ വെച്ചു. എത്ര കാത്തിരുന്നിട്ട് ഒന്നും മുളച്ചില്ല. സമയം കടന്നു. പക്ഷേ കുടം ശൂന്യം തന്നെ. ഗ്രാമത്തിലെ മറ്റു കുട്ടികൾ പറയാൻ തുടങ്ങി, എൻ്റെ ചെടി വലുതായി, പൂക്കൾ വിടർന്നു. പക്ഷേ അരുണിൻ്റെ മനസ്സിൽ ആശങ്കയായി. പക്ഷേ കള്ളം പറയാൻ അവൻ്റെ മനസ്സിന് സാധിച്ചില്ല. അവസാന ദിവസം തൻ്റെ ശൂന്യമായ കുടമെടുത്ത് അരുൺ കൊട്ടാരത്തിലെത്തി. കുട്ടികളുടെ കൂട്ടത്തിൽ ഇടയിൽ നടന്ന രാജാവ് അരുണിൻ്റെ കുടം കണ്ടപ്പോൾ ഒരു നിമിഷം നിന്നു. കുടം ശൂന്യമാണോ എന്ന് രാജാവ് ചോദിച്ചു. അരുൺ തലകുനിച്ചു. മഹാരാജാവേ, ഞാൻ സത്യമാണ് പറയുന്നത്. എത്ര ശ്രമിച്ചിട്ടും മുളച്ചില്ല ഒരു ചെടിയും. രാജാവ് പുഞ്ചിരിച്ചു. അവൻ ജനങ്ങളോട് തിരിഞ്ഞ് പറഞ്ഞു, ഞാൻ കുട്ടികൾക്ക് നൽകിയ എല്ലാ വിത്തുകളും തിളപ്പിച്ചവയായിരുന്നു. അവ ഒരിക്കലും മുളക്കില്ല. എന്നിട്ടും ഈ ഹാളിൽ എല്ലായിടത്തും ചെടികൾ. എല്ലാവരും പറഞ്ഞത് കളവ് ആയിരുന്നു. പക്ഷേ ഈ ബാലൻ മാത്രം സത്യത്തിനൊപ്പം നിൽക്കാൻ ധൈര്യപ്പെട്ടു. രാജാവ് അരുണിൻ്റെ തലയിൽ കിരീടം വെച്ചു കൊടുത്തു. സത്യം ചെറിയതുപോലെ തോന്നാം, അദ്ദേഹം പറഞ്ഞു, പക്ഷേ അതൊരാളെ മഹത്വത്തിലേക്ക് നയിക്കും. അങ്ങനെ സത്യത്തിൻ്റെ പ്രകാശം രാജ്യം മുഴുവൻ പരന്നു.